ഹായ്, ആദി കുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. എപ്പോഴും മോളീസ് കിച്ചനെന്നേ വരൂ. ഈ ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ മോളീസ് കിച്ചൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദി കുട്ടൂസ് വേൾഡിൻ്റെ കൂടെ മോളീസ് കിച്ചനും കൂടെ ചേർത്തപ്പോഴേ അത് പറയുന്നത് കൊണ്ട് ആ ഒരു ഓർമ്മയിലാണ് വരുന്നത്. അപ്പോൾ തീ വറ്റിച്ച് അരിയിട്ടത് കാണിച്ചില്ല. അരി വാർത്തിട്ടിരിക്കുന്നു. കുടിക്കാൻ വെള്ളം ഒന്നിൽ തിളപ്പിച്ച് വെച്ചു, രണ്ടെണ്ണത്തിൽ തിളപ്പിച്ച് വെച്ചു. കണ്ടോ, അതിലും വെച്ചു. കാര്യം ഇതിൽ വയ്ക്കുമ്പോഴും പെട്ടെന്ന് വെള്ളം അങ്ങ് തിളച്ച് കിട്ടും. നമ്മൾ എത്ര വെള്ളം ഈ ചൂടത്ത് തിളപ്പിച്ചിട്ടാലും, രാവിലെ എണീച്ച് എന്നിട്ട് അല്ലാതെ വെള്ളം തിളപ്പിച്ചു, എത്ര വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടാലും ഇപ്പോൾ കുടിച്ചാലും ദാഹം തീരാത്തൊരു രംഗമാണ്. അപ്പോൾ ഇത് നമ്മുടെ നല്ല പച്ചക്കറി അവിയലാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടെങ്ങനെയുണ്ട്? ചൂടെന്ന് പറഞ്ഞാൽ രാത്രി മനുഷ്യൻ ഉറങ്ങാൻ വയ്യാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷെ മെനിഞ്ഞാന്ന് 4-ാം ദിവസം നല്ലൊരു മഴ നമുക്ക് കിട്ടി. എന്ന് വിചാരിച്ചൊന്നും ചൂടിന് യാതൊരു അറുതിയില്ല. ചെറിയ മഴയൊന്നുമല്ല, നല്ലൊരു മഴ കിട്ടി നമുക്ക്. വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് തുണിയെല്ലാം അങ്ങ് മണ്ടയിൽ കഴുകിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അവിയലിൽ ഉപ്പും അരപ്പും ഇട്ടു. കൂടെ ഒന്ന് വേവട്ടെ. നമുക്കിവിടെ ഒരു മീൻകാരൻ വരും. 11:45-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആർക്കും വേണ്ടാത്ത മീനുണ്ടെങ്കിൽ ഇട്ടടിച്ച് വന്നാലും ആയി, വന്നില്ലെങ്കിലും ആയി. അതുകൊണ്ട് ഇപ്പം ആരും അങ്ങനെ ആ വണ്ടി കാത്തിരിക്കില്ല. നമുക്ക് നല്ല ഫ്രഷ് മീൻ അങ്ങോട്ട് അങ്ങോട്ടാ പോകുമ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ സമയത്ത് കറിയൊക്കെ വയ്ക്കാം. വേണ്ടേ, കണ്ടിച്ചെടുത്തു. നല്ല ഫ്രഷ് ചൂരക്കുട്ടി മീനാണ്. കുട്ടിച്ചൂര, വെറും പൊടി കുട്ടിയല്ല, ഇത്തിരി നല്ല ഇതായിട്ടുള്ളത് തന്നെ. നല്ല മീൻ. അതുപോലെ തന്നെ വറുക്കാനായിട്ട് നല്ല മത്തിയും ഉണ്ട്. ഇതിലും വെള്ളം കൊടുക്കും. ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുത്തോണ്ട് പോയേ. പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അവിയലിറക്കാം. മൈക്ക് കൊടുത്ത് കുത്തിയിട്ട് എന്തൊരു സംസാരിക്കുന്നു കേട്ടോ. അതേറ്റിട്ട് ഇതൊക്കെ എല്ലായിടത്തും കൊണ്ടൊന്ന് വെച്ചിട്ടിരിക്കണം. ഇടയ്ക്ക് അവിയലിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇളക്കുകയാണ്. നല്ല സൂപ്പർ അവിയലാണ്. മീൻ വറുക്കാനായിട്ട് ഞാൻ അരപ്പ് പുരട്ടിയപ്പോൾ ഗ്യാസിൽ കൊണ്ടുപോയി വറുക്കുകയാണ്.
അതിൻ്റെ വീഡിയോ പിടിക്കാവത്തില്ല. ഇവിടെ ചെയ്യാൻ വിചാരിച്ചപ്പോൾ അതെടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ അവിയലും റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, വീഡിയോ പിടിക്കുന്നതിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു പിഴവ്. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് വേണം എൻ്റെ വീഡിയോ കാണുവാൻ, ഒന്ന് മനസ്സിലാക്കാൻ. കണ്ടോ, അവിയൽ റെഡി ആയിട്ടുണ്ട്. കുട്ടുസോനെ ആ കമ്പി ഇഞ്ഞെടുത്ത് തന്നു. ഇഞ്ഞെടുത്തോ. എന്തേ അവിയലിനെ ഇറക്കിയാണ്. കറിച്ചട്ടിയിൽ ഒരു ശകലം പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ കറിച്ചട്ടി പൊട്ടിയാൽ അത് കുഴപ്പമാണ്. അപ്പം നമ്മുടെ അവിയൽ ഇങ്ങനെ ഇറക്കിയാണ്. വീഡിയോ ഓണാക്കിയില്ലായിരുന്നു. അപ്പോൾ അത് മീൻകറി കലക്കി വയ്ക്കുകയാണ്. കുട്ടൂസുമായി സാറ്റ് കളിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. സ്കൂളൊക്കെ അടച്ചപ്പം കൊച്ചുങ്ങൾക്ക് എനിക്ക് നല്ല പല്ലുവേദന, മണ്ടയ്ക്ക് നല്ല വേദന. രണ്ട് പല്ലെടുത്തു. എനിക്ക് പല്ലുവേദന എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇല്ലാതിരുന്നത്. പക്ഷേ തുടങ്ങിയപ്പം പിന്നെ അതും പൂരം തന്നെ. ഞാൻ ഒരു വേദനയായിട്ട് കുറയ്ക്കണ്ട. അപ്പം അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പല്ലെടുത്തിട്ട് ഇതുവരെ വെച്ചില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വലിയ പല്ലും ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പല്ല് അന്ന് എടുക്കാനായിട്ട് എക്സ്റേ ഒക്കെ എടുക്കാൻ ചെല്ലാൻ പറഞ്ഞത് എടുത്തില്ലായിരുന്നു. ഇപ്പോൾ അത് അത്രയും പൊടിഞ്ഞ് ഇനി ഒരു ശകലം ഇരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വേദനയാണ്. കടയ്ക്ക് നിന്ന് മെഡിക്കലിൽ പോകാൻ പറഞ്ഞ് മെഡിക്കലിൽ നിന്ന് കടയ്ക്കാൻ പറ്റൂല. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഇടയ്ക്ക് കടയ്ക്ക് കൊണ്ട് കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ പിന്നെ പോയില്ല. ഇതൊക്കെയാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ. എന്തായാലും ഭയങ്കര വേദന. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പും തക്കാളി ഇട്ട് കൊടുക്കാം. വലിയ കറിച്ചട്ടിയിലാക്കാൻ വിചാരിച്ചതാണ്. അപ്പം ഇതിൽ വയ്ക്കാനേ ഉള്ളൂ. കരിവേപ്പില ഇട്ട് കൊടുക്കാം.
ഓ ചട്ടി നൂത്ത് വയ്ക്കട്ടെ. നൂത്ത് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. അങ്ങ് വയ്ക്കുക ബാക്കി. മീൻകറി നല്ലപോലെ തിളച്ച് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ഉണ്ടല്ലോ, നല്ല സൂപ്പർ മീൻകറി ആയിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒന്ന് ശകലം കൂടി ഒന്ന് വറ്റി നീ തെളിഞ്ഞാൽ മതി. ഇനി അടുപ്പിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഇതിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം എത്ര ഉണ്ടെങ്കിലും നമുക്ക് ദാഹമാണ്. അപ്പം നമ്മുടെ പച്ചക്കറി അവിയൽ, നമ്മളെ സൂപ്പർ നാടനരി ചോറ്, എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അകറ്റി അടത്ത് വെച്ചില്ലെങ്കിൽ വെള്ളം ഇതാവും. മൈക്കും കൂടെ ഇങ്ങെടുക്കട്ടെ. മൈക്ക് വെച്ചിരിക്കുകയായിരുന്നു, പിന്നെ അതവിടെ കിടന്ന് റെഡിയാവട്ടെ. അത് നീങ്ങട്ടെ. രണ്ട് ചാള അതിൻ്റെ കൂടെ മോള് മെനിയാന്ന് കടയ്ക്ക് പോയിട്ടൊന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള 3-4 ചാളയും കൂടെ ഉണ്ടായിരുന്നു, അത് പൊരിച്ചു. അപ്പോൾ ഇന്നലെ തോരൻ വെച്ച ക്യാരറ്റ് തോരൻ ബാക്കി ഉണ്ടായിരുന്നു, അതെടുത്ത് ചൂടാക്കി. ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഇന്നത്തെ എൻ്റെ കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കിച്ചൺ വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് കണ്ടോ. അപ്പോൾ അടുപ്പിൽ തന്നെയാണ് തീവറ്റുപ്പ്. പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് വെച്ചു, എവിടെയും ഇവിടെ ആയിട്ടൊക്കെ പാത്രങ്ങൾ തേച്ച് വെച്ചു. ടിന്നുകൾ ഇരുന്നേക്കെ എടുത്ത് കഴുകി വെച്ചു. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ബാക്കി വന്ന സവാള ഇതൊക്കെ അങ്ങ് നമുക്ക് ഫ്രിഡ്ജിലോട്ടങ്ങ് വയ്ക്കാം. ഉള്ളി തൊലിച്ചതും ഇത്രയും സാധനം ബാക്കിയിരിക്കുന്നത് നമുക്കങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതവിടെ തന്നെ വാടാതെ ഇരുന്നോളും. ഇവിടെ ഇരിക്കട്ടെ. വെയിൽ കണ്ടോ, എന്തോ ഒരു വെയിലങ്ങ് കണ്ടോ. എൻ്റെ കൊച്ചു കൃഷി പയറൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ.
ആ പയറിൻ്റെ നീളം കണ്ടോ ഇത് ആദ്യം പിടിച്ച പയറാണ് ഇത് രണ്ടാമത് പിടിച്ചത്. ആ പയറിൻ്റെ നീളം ആദ്യം പിടിച്ച പയറാണ്. ഞാൻ പറിച്ചില്ല, വിത്തിന് ഇത്രയും നീളമുണ്ട് കേട്ടോ. കണ്ടോ വിത്തിന് നിർത്തിയേക്കുന്നത്. അപ്പം ആദ്യം പിടിച്ച പയർ നിർത്തണ്ട. പക്ഷേ ഞാൻ അത് നല്ല പരുവം കണ്ടോ. ഇതിപ്പം രണ്ടാമത് പിടിച്ചതാണ് കണ്ടോ. അതും നല്ല നല്ല നീളമുണ്ട്. ഒരു 2-3 പയറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു തോരൻ ഇതാക്കാം. പിന്നെ എല്ലാത്തിലും നിറച്ച് പിഞ്ചുണ്ട്. കണ്ടോ നല്ല കാപ്പിപ്പൊടി കളർ പയറാണ് കണ്ടോ. ഇത് ഞാൻ കിലയിൽ സോപ്പ് നിർമ്മാണത്തിൻ്റെ ഇത് പഠിക്കാനായിട്ട് പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന വിത്താണ് കേട്ടോ. 6 കവർ വിത്ത് മേടിച്ച്. പക്ഷേ 3 കവർ ഞാൻ കയ്യിൽ വെച്ചിരുന്നു. അത് നട്ടു, അതെല്ലാം പൊടിക്കുകയും ചെയ്തു. ഉണ്ടോ ഇതിലെല്ലാം ഒരു സൈസ് എന്തോ ഒന്ന് തിന്നാനുള്ള പുറപ്പാടാണ്. ചീര ഈ ഇതിൽ നിൽക്കുന്നതിൽ അത് എന്തിൻ്റെയാണെന്ന് ഞാൻ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിൽ നിറച്ച് പിഞ്ചുണ്ട്. അത് വലുതായി വരുമ്പോഴേ എനിക്ക് ചീര ഇതുണ്ടോ എല്ലാത്തിലും നീണ്ട ഇതുപോലെ പിഞ്ച് നിറച്ച് നിൽപ്പുണ്ട്. അത് ഉണ്ടോ. ഞാൻ പടവലം മേടിച്ചെന്നായിരുന്നു എൻ്റെ ഓർമ്മ. പടവലമാണോ എന്തോ അറിയത്തില്ല. പടവലത്തിൻ്റെ അരി മേടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും വലുതായി വരട്ടെ. കണ്ടോ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് ഓളിൽ നിന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരുപാട് പേർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് അമർത്തിയിരുന്നാൽ നിങ്ങൾക്ക് ഞാനിടുന്ന കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോകളുടെ കമൻറ്റുകൾ നിങ്ങൾ ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.